2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിക്കല്ല 3 പാർട്ടികൾക്കും ദിശാസൂചിക തന്നെയാണ് ഈ 2 ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, പാലക്കാടും ചേലക്കരയും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചും അതുപോലെ തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചും വളരെ ദീർഘമായൊരു രാഷ്ട്രീയ പകലായിരുന്നല്ലോ ഇത്. ഒട്ടേറെ സസ്പെൻസ് നിറഞ്ഞ മുഹൂർത്തങ്ങളും ഇന്നത്തെ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചു. നോക്കൂ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പാലക്കാടുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കംഫർട്ടബിളായി വിജയിച്ചു വരും, രാഹുൽ മാങ്കൂട്ടത്തിനാണ് പാലക്കാട് അഡ്വാൻറ്റേജ് ഉള്ളത് എന്നാണ്. ഒക്ടോബർ 28 മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ ഞാൻ നടത്തിയ ഒരു വിലയിരുത്തലുണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെത്തും, 2-ാം സ്ഥാനത്ത് സരിനെത്തും, 3-ാം സ്ഥാനത്ത് കൃഷ്ണകുമാർ എത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ പ്രവചനത്തിൽ 2-ാം സ്ഥാനത്തേക്ക് കൃഷ്ണകുമാർ എത്തി എന്നുള്ളതാണ് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കൃഷ്ണകുമാറും അതുപോലെ തന്നെ സരിനും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം എത്രയാണ്? 2200 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഏതാണ്ട് ഒരു 1000-1200 വോട്ട് പിടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ സരിൻ 2-ാം സ്ഥാനത്തെത്തുമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഈ 43,000 എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ 2024 ലോക്സഭയിൽ കൃഷ്ണകുമാർ പിടിച്ച വോട്ട് പോലും ആ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ പിടിക്കില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിലയിരുത്തൽ. ഏതായാലും അത്ഭുതകരമായ ഭൂരിപക്ഷമാണ്. ഈ ഭൂരിപക്ഷം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ വലിയൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത് BJPക്കാണ് എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് പോലും സംശയമില്ല. ഇന്നിപ്പോൾ കെ സുരേന്ദ്രനാണെങ്കിലും അല്പം മുമ്പ് MT രമേശ് ആണെങ്കിലും പറഞ്ഞത് ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തും എന്ന് തന്നെയാണ്. ചെറിയൊരു വീഴ്ചയല്ല ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന, BJP ഏറ്റവും മികച്ച വളർച്ച കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3 എക്സ്റ്റേണലായ ഘടകങ്ങൾ കൂടി BJPക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു. ഒന്ന്, ആദ്യമായി കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഒരു ലോക്സഭാ MP ഉണ്ടായിരിക്കുന്നു എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, BJP അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അതാണ് ഒന്നാമത്തെ എക്സ്റ്റേണൽ ഫാക്ടർ. രണ്ടാമത്തെ ഘടകം, കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട് BJPക്ക്, 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ആ 2 കേന്ദ്രമന്ത്രിമാർ നൽകുന്ന പ്രതീക്ഷ, അതും BJPയെ സംബന്ധിച്ച്, BJPയുടെ അനുഭാവികളെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത് മുനമ്പം വിഷയം. ആ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമുദായത്തിലുണ്ടായിട്ടുള്ളൊരു ഒരു ചേരിതിരിവ്, ഒരു ഭിന്നത, അതിപ്രാവശ്യം BJPക്ക് ഗുണകരമാകുമെന്ന് വിചാരിച്ചു. ഈ 3 എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പ്ലസ് BJPക്ക് പാലക്കാട് എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലമായി വികസിച്ചു വരുന്ന സാഹചര്യവും, ആ 3-4 ഘടകങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് മാത്രവുമല്ല, വലിയ തിരിച്ചടി ആ പാർട്ടിക്ക് അവിടെ ഉണ്ടായിരിക്കുന്നു. എത്രയാണ് ഇപ്രാവശ്യം? 39,549 വോട്ടാണ് കൃഷ്ണകുമാർ പിടിച്ചിരിക്കുന്നത്. എത്രയാണ് ശ്രീധരനിൽ നിന്നുള്ള വ്യത്യാസം? 11,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. 11,000 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമാണ്. ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, ഈ ശ്രീധരനല്ല കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. എങ്കിൽ കൂടിയും നമ്മൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഈ വലിയ വീഴ്ചയാണ്, എത്ര വലിയ വീഴ്ചയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറഞ്ഞിരുന്നു, 497 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നേടിയിട്ടുള്ളത്. എന്നാൽ അതുപോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ UDF പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുന്നിലെത്താം എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചെന്ന് മാത്രമല്ല, 3,500 വോട്ടിൻ്റെ ലീഡാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പാലക്കാട് മണ്ഡലം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ആ പാർട്ടി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ഈ പറയുന്ന കഴിഞ്ഞ തവണത്തെ 50,200 വോട്ടാണല്ലോ, 220 വോട്ടാണല്ലോ ഈ ശ്രീധരന് ലഭിച്ചത്. ഈ പ്രാവശ്യം 39,545 വോട്ടാണല്ലോ കൃഷ്ണകുമാറിന് ലഭിച്ചത്. 11,000 വോട്ടിൻ്റെ വ്യത്യാസം അവിടെ തന്നെയുണ്ട്. ഈ 11,000 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 4,000 വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കൂട്ടിയിരിക്കുന്നത്. 58,000 വോട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 4,000 വോട്ട് കോൺഗ്രസിന് കിട്ടി എന്ന് പറയാം. അതായത് ശ്രീധരനിലേക്ക് പോയ വോട്ടിൽ നിന്ന് 4,000 വോട്ട് കോൺഗ്രസിലേക്ക് വരുന്നു. ഏതാണ്ട് 800ഓളം വോട്ട് പിന്നെ സരിൻ അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം 4,800 വോട്ടുകൾ CPM-നും കോൺഗ്രസിനുമായി ലഭിച്ചിരിക്കുന്നു. ബാക്കി ഒരു 6,000 വോട്ട് കാണാനുണ്ടല്ലോ. ഈ 6,000 വോട്ട് എന്ത് സംഭവിച്ചു? 6,000 വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. 11,000 വോട്ടിൽ 4,800 കണക്ക് നമുക്കുണ്ട്. വലിയ രീതിയിൽ താഴത്തേക്ക് BJP പോവുകയും ചെയ്തിരിക്കുന്നു. 6,000 വോട്ട് BJPക്ക് അനുകൂലമായ ഒരുപക്ഷെ പോൾ ചെയ്യപ്പെടേണ്ടതാണെന്ന് തന്നെ നമ്മൾ കണക്ക് കൂട്ടണം. കാരണം ശ്രീധരന് വേണ്ടി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വോട്ട്. ഈ ഓരോ ബൂത്തിലും പാലക്കാട് 100 പേരെ വെച്ച് ചേർത്തു, ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ അത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഈ പറയുന്ന പാലക്കാട് ഫലം എന്ന് പറയുന്നത് നിശ്ചയമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം 18,000-ന് മുകളിലെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ എനിക്കുറപ്പാണ് അവിടെ ഈ പറയുന്ന വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ നിർമ്മാണ
നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ ക്ഷേമ പെൻഷൻ്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ റോഡ് വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ സ്കൂൾ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ സ്റ്റേഡിയം വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നിങ്ങനെയൊക്കെ ആൻറ്റി ഇൻകംബൻസി രണ്ട് രീതിയിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് സംസ്ഥാന സർക്കാരിനെതിരായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ വിരുദ്ധ തരംഗം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അവിടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പാലക്കാട് നിന്ന് നേരെ ചേലക്കരയിലേക്ക് വരുമ്പോൾ നിശ്ചയമായും CPM-നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരവും ആശ്വാസകരവുമായ വിജയമാണ് ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. കാരണം ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ MV ഗോവിന്ദനും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് നിശ്ചയമായും ചേലക്കരയിലെ വിജയമാണ്. അവരവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്നുള്ളതാണ്. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ തവണത്തേക്കാൾ 8000 വോട്ടാണ് അധികമായി രമ്യ ഹരിദാസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് 44,000-ൽ നിന്ന് 52,000-ആയിട്ട് 8000 വോട്ടിൻ്റെ വർധന രമ്യ ഹരിദാസിന് അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ അത്ഭുതകരമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. കെ ബാലകൃഷ്ണൻ അന്തസ്സായ ഒരു വോട്ട് അവിടെ നേടിയിട്ടുണ്ട്. അത് ചെറിയ വോട്ടല്ല, 33,000 വോട്ടാണ് ഈ പറയുന്ന കെ ബാലകൃഷ്ണൻ അവിടെ നേടിയിരിക്കുന്നത്. 24,000 വോട്ടായിരുന്നു അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട്. അപ്പോൾ 10,000-ഓളം വോട്ട് അവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് 18,000 വോട്ട് CPM-നെതിരായിട്ട് അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് പോകുന്നത് CPM-ന് ഗുണകരമായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മറ്റു കണക്കുകളൊന്നും പറയുന്നില്ല. കാരണം രാധാകൃഷ്ണൻ ഒരു ഫാക്ടറാണ്. കഴിഞ്ഞ പ്രാവശ്യം 39,000-ൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം 12,000-ൻ്റെ ലീഡേ ഉള്ളൂ. 27,000-ൻ്റെ കുറവുണ്ട്. 27,000-ൻ്റെ കുറവ് ഗൗരവതരമായിട്ട് തന്നെ ആ പാർട്ടി കാണണം. എന്നാൽ ആ പാർട്ടിക്ക് മറ്റൊരു കണക്കുണ്ട്. 5,000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭയിൽ ഉണ്ടായിരുന്ന CPM 12,000-ലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ 7,000-ൻ്റെ നേട്ടമുണ്ടാക്കുന്നു എന്നൊരു കണക്കുണ്ട്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 10,000 വോട്ട് BJP-യിലേക്ക് പോയിരിക്കുന്നു. 8,000 വോട്ടിൻ്റെ വർധന രമ്യ ഹരിദാസ് അവിടെ കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കുന്നു. ഒരു 3,920 വോട്ട് അൻവറിൻ്റെ സ്ഥാനാർത്ഥി പിടിക്കുന്നു. ഏറെക്കുറെ 22,000 വോട്ടുകൾ മറുപക്ഷത്തേക്ക് പോയിരിക്കുന്നത് നിശ്ചയമായും CPM-ലേക്ക് വരേണ്ട ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്നൊരു ഫാക്ടർ ഉണ്ട് എങ്കിൽ ആ വോട്ടുകളിൽ നല്ലൊരു ശതമാനം വരേണ്ടത് പ്രദീപിലേക്ക് തന്നെയാണ്. ആ അർത്ഥത്തിൽ പ്രദീപിൻ്റെ ഭൂരിപക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് വരേണ്ടതാണ്. എന്നാൽ പ്രദീപ് 2016-നേക്കാളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പ്രതിച്ഛായയുടെ കൂടി അടിസ്ഥാനത്തിൽ, ഒരു സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അത് ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് എഴുതി തള്ളാവുന്ന ഒരു കാര്യമല്ല. BJP-യുടെ ചേലക്കരയിലെ വളർച്ച ഒട്ടും നിസാരവുമല്ല. കെ ബാലകൃഷ്ണൻ ഒരു പ്രാദേശിക നേതാവായതുകൊണ്ട് മാത്രം 10,000 വോട്ടൊന്നും ഒരു മണ്ഡലത്തിൽ കൂടില്ല. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? അത് UDF-ൽ നിന്നാണോ അല്ലെങ്കിൽ LDF-ൽ നിന്നാണോ എന്ന കാര്യം ഈ രണ്ട് പാർട്ടികളും വിലയിരുത്തണം. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ തൃശ്ശൂരൊക്കെ വളരെ പ്രധാനമാണ് ഇനി 2026-ലെ തെരഞ്ഞെടുപ്പിൽ. ആ അർത്ഥത്തിൽ ഞാൻ വയനാട് ചർച്ച ചെയ്യുന്നതേയില്ല. ഈ പറയുന്ന ചേലക്കര, പാലക്കാട് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും 3 പാർട്ടികൾക്കും ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ കാര്യത്തിൽ ആൻറ്റി ഇൻകംബൻസിയുടെ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയത് കോൺഗ്രസിനാണ്. അത് പാലക്കാട് വലിയ നേട്ടമുണ്ടാക്കാൻ അവരെ സഹായിച്ചു. ഒരർത്ഥത്തിൽ ചേലക്കരയിൽ കുറേ കൂടി വോട്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ സഹായിച്ചിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിജയമാണ്. കാരണം ആൻറ്റി ഇൻകംബൻസി ഇല്ല, ഒരു തുടർഭരണ സാധ്യത എന്നൊക്കെയുള്ള രാഷ്ട്രീയ നയങ്ങൾ പ്രഖ്യാപിക്കാൻ അവരെ നിശ്ചയമായും ചേലക്കര സഹായിക്കും. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം 2026-ൽ വലിയ ലക്ഷ്യമുള്ള പാർട്ടിയാണ് കേരളത്തിൽ BJP എന്ന് പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ BJP വിജയിച്ചു വരുമായിരുന്നുവെങ്കിൽ കുറഞ്ഞപക്ഷം മെച്ചപ്പെട്ടൊരു പെർഫോമൻസ്, ഒരു 1000, 1,500, 2,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചു വരുന്നതെങ്കിൽ പോലും BJP-ക്ക് വലിയ ക്ലെയിം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമായിരുന്നു. ആ ക്ലെയിമൊക്കെ പാലക്കാട് മണ്ഡലം പോലൊരു സുരക്ഷിതമായ മണ്ഡലത്തിൽ, വളരെ വലിയ വളർച്ച കാണിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണലായ ഘടകങ്ങൾ കൂടി BJP-യെ പിന്തുണച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. BJP-ക്ക് വലിയ രീതിയിൽ അടിപതറിയിരിക്കുന്നു. കോൺഗ്രസിനും CPM-നും ആശ്വാസകരമായ വിജയമാണ്. കോൺഗ്രസിന് ഒരു പക്ഷേ കുറച്ചുകൂടി ഉജ്ജ്വലകരമായ ഒരു വിജയമാണ്. ആ അർത്ഥത്തിൽ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും 2026-നെ കുറിച്ചുള്ള സൂചനയാണ്. അത് ചില ആശങ്കകളെയും ഓരോ പാർട്ടിക്കും സമ്മാനിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. Meet the editors.